ജനുവരി 1 ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം. നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി 2 രാവിലെ 8 മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. വാടനപ്പള്ളി മുല്ലപ്പള്ളി കരിപ്പാടത്ത് ക്ഷേത്രത്തിൽ മഹാഗുരുവിന്റെ ഫോട്ടോയും ആപ്തവാക്യ വെങ്കല ഫലക സമർപ്പണവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി ഗുരുദേവന്റെ ഛായാചിത്രം അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ധർമ്മദൈവ സന്നിധിയിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് പകർന്നു നൽകിയ ദീപം KK പുഷ്പരാജനും KK വാസനും ചേർന്ന് ഗുരുസന്നിധിയിലെ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയ KK സുരേഷ് ബാബു മഹാഗുരുവിന്റെ ഫോട്ടോയുടെയും ആപ്തവാക്യ വെങ്കല ഫലകത്തിന്റെയും സമർപ്പണം നിർവഹിച്ചു. KS വസുധരൻ, ജെസ്സി സതീശൻ, KK പ്രഭാകരൻ, ലക്ഷ്മികാന്തൻ, KA പ്രദീപ്, KK മോഹനൻ, KPR സതീശൻ, KA മോഹനൻ, ബലരാമൻ, KG നാരായണദാസ്, സോമൻ ബ്രാരത്ത്, ശോഭ വസുധരൻ, സുനില കൃഷ്ണമൂർത്തി, ഷൂബി ബാബു, KS സുനിൽ ശാന്തി, സുദേവൻ മഞ്ഞിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് ഗുരുപൂജയും വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ കൃതികളുടെ പാരായണവും നടന്നു. ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടായിരുന്നു. വരും തലമുറയ്ക്ക് ഗുരുദേവ ദർശനം വഴികാട്ടിയാക്കി നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ പിതൃക്കളുടെ സ്മരണാർത്ഥമാണ് ഞങ്ങളുടെ ധർമ്മദൈവ ആസ്ഥാനത്ത് ഇങ്ങനെ ഗുരുദേവൻ്റെ ഛായാചിത്ര ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. പുതിയ തലമുറയ്ക്ക് ഗുരുദേവൻ കാട്ടിയ വഴികാട്ടികൾ എന്നും നിലനിൽക്കണം. എപ്പോഴും ഗുരുദേവനാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഗുരുദേവ ദർശനമാണ് ഏറ്റവും പ്രധാനം.